ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കും ഇവിടെ സുഖമായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇത് ഇന്നലത്തെ ഒരു വീഡിയോ ആണ്, എഡിറ്റ് ചെയ്തിട്ട് ഇന്നാണ് ഇടാൻ പറ്റിയത്. അപ്പം ഇന്നലെ തിരുവോണേനു അല്ലേ, അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഇന്നലെ ഒരു ട്രിപ്പിലായിരുന്നു. നമുക്ക് ഓണം ഇല്ല എന്നുള്ള കാര്യം ഞാൻ പല വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം തിരുവോണത്തിന് എവിടെയെങ്കിലും പോകണം എന്നുള്ളത് നമ്മൾ മുന്നേ പ്ലാൻ ഇട്ടതേനും. ഏടിയാന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കലേനു കേട്ടോ. 2-3 ദിവസം മുന്നേ ആണ് ഏടിയാന്നുള്ള കാര്യം പ്ലാൻ ആയത്. അപ്പോൾ വേറെ എവിടെയല്ല, നമ്മൾ ഗുണ്ടൽപേട്ട് പോകാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ ഗുണ്ടൽപേട്ട് പോകാനുള്ള പ്ലാന് 2-3 ദിവസം മുന്നെയാണ് ഇട്ടതെങ്കിലും ഗുണ്ടൽപേട്ട് പോകാനായിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹേനു കേട്ടോ, മനസ്സിലിങ്ങനെ കൂട്ടി വെച്ചതേനു. അപ്പോൾ ഇപ്പാണ് എനിക്ക് പോകാൻ പറ്റിയത്. പക്ഷെ നമ്മൾ പോയ ടൈം എന്തായാലും മാറിപ്പോയി. കാരണം ആടെ ഓണത്തിന് മുന്നേ പോവേണ്ടതേനും. കാരണം ഓണാകുമ്പോഴത്തേനും അടുത്ത പൂവെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ടാകും. ഓണത്തിന് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ നിറയെ പൂവ് നമുക്ക് കാണാനോ കേട്ടോ. ഒരുപാട് റീലിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഗുണ്ടൽപേട്ടിലെ കാഴ്ചകളെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച പ്രതീക്ഷിച്ചിട്ടൊന്നും എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റൂല. കാരണം ഓണായതുകൊണ്ട് തന്നെ അടുത്ത പൂവും കാര്യങ്ങളെല്ലാം മാക്സിമം അവർ പറിച്ചെടുത്ത് തീർത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ടുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. എന്താവുന്നൊന്നും അറിയില്ല. എന്തായാലും സൂര്യകാന്തി പൂക്കൾ ഇഷ്ടംപോലെ തോട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതെല്ലാം കാണാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് തന്നെ പ്ലാൻ ഇട്ടത്. നമ്മൾ മാക്സിമം പൈസ സേവ് ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുന്നത് വരെ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ സ്നാക്സ് കാര്യങ്ങൾ, അത് നമ്മൾ ഫ്രൂട്ട്സ് ആണ് വാങ്ങിയത്. അധികം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം കേട്ടോ വാങ്ങിയത്. വെജിറ്റബിൾസ് എന്ന് വിചാരിക്കുമ്പോൾ ഉള്ളിയും പച്ചമുളകും അങ്ങനത്തെ ഒന്നുമല്ല. പിന്നെ മറ്റേ നമ്മളെ ക്യാരറ്റ്, കുക്കുംബർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കേട്ടോ നമ്മൾ കൊണ്ടുപോകാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഒരു 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് വെറും പൊന്നൂസിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം പൊന്നൂസിന് എന്തായാലും സ്നാക്സ് എടുക്കാണ്ട് പറ്റില്ല, കാരണം ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കേണ്ടി വരും. അതുകൊണ്ടൊരു കപ്പ് കേക്കും പിന്നെ ഒരു പൊട്ടിയപ്പം പോലത്തെ ഒരു സാധനം ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാന്നാണ് കേട്ടോ വിചാരിച്ചത്. അതന്നെയാണ് വാങ്ങിയതും. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന ദിവസം തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നലെ ഉത്രാടത്തിനാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തിരുവോണത്തിനും മഴ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ തിരുവോണത്തിന് എന്തായാലും മഴയില്ലാണ്ടാകട്ടെ, കാരണം അതാണല്ലോ വേണ്ടത് നമുക്ക്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ആയാലും മഴയൊന്നും ഇല്ലേനും, നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച് നല്ല മഴയും കാര്യങ്ങളെല്ലാം ആയിട്ട് ട്രിപ്പ് കൊളാവുമെന്ന് വിചാരിച്ചിട്ട്. കൊളാവെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിനാണ് പോകുന്നത്, എന്നാലും നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മഴയൊന്നും ഇല്ലാണ്ട് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള കാലാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലേനും. പിന്നെ ഞാനിങ്ങനെ അമ്മേൻ്റെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് കേട്ടോ അമ്മക്ക് ചിരി വരുന്നത്. അപ്പം ഞാൻ, അച്ഛൻ, പിന്നെ അമ്മ, പിന്നെ അനിയൻ വന്നിട്ടുണ്ടേനു, ഓനും ഉണ്ട്, പിന്നെ ഏട്ടൻ, പൊന്നൂസ്. നമ്മൾ ഇത്ര ആളാണ് കേട്ടോ പോയത്. എന്തേ അമ്മമ്മേനെ കൂട്ടിയിട്ടില്ല എന്നുള്ള ചോദ്യമെല്ലാം വരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അമ്മമ്മക്ക് അങ്ങനെ ദൂരയാത്ര ചെയ്യാനൊന്നും പറ്റില്ല, ഒരുപാട് സമയം ഇരിക്കാനൊന്നും പറ്റൂല. അപ്പോൾ അങ്ങനെ എല്ലാം ഇരിക്കുന്ന സമയത്ത് പ്രായമായ ആളാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അമ്മമ്മേനെ നമ്മൾ കൂട്ടാത്തത്. ഇനിയിപ്പോൾ വേറൊന്നും വിചാരിക്കൊന്നും വേണ്ട, അമ്മമ്മേനെ നമുക്ക് ഇഷ്ടമല്ലായിട്ടൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ദൂരയാത്രക്ക് എന്തായാലും അമ്മമ്മക്ക് പറ്റൂല കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞ് വിളിച്ചാലും അമ്മമ്മ വരുന്നില്ല എന്ന് മാത്രമേ പറയൂ. കാരണം അമ്മമ്മക്ക് തന്നെ അറിയാം അമ്മമ്മേൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് അമ്മമ്മേനെ കൂട്ടാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി ആദ്യം പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ആദ്യം പിന്നെ പോകുന്ന സമയത്ത് അനിയനോടും ഏട്ടനോടും ചോദിച്ചു നമുക്ക് മാഹിന്ന് അടിച്ചാൽ പോരെയെന്ന്. അപ്പം നമ്മൾ പോകുന്ന റൂട്ട് അങ്ങോട്ടേക്കല്ല, നമ്മൾ വയനാട് വഴി അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കോഴിക്കോട് പോകുന്ന വഴിക്ക് നമ്മളെപ്പോഴും മാഹിന്നാണ് പെട്രോൾ അടിക്കൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ പ്രാവശ്യം അങ്ങനെ തന്നെ അടിക്കാം എന്നായിരിക്കും ഇവർ വിചാരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ എൻ്റെ വിചാരം തെറ്റിപ്പോയി. നമുക്ക് ഇതറിയില്ലല്ലോ റൂട്ട് എങ്ങോട്ടാന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ഒരു പ്രാവശ്യം എന്നല്ല, എത്ര പ്രാവശ്യം കണ്ടാലും വഴി മനസ്സിലാവാത്തൊരു മണ്ടൻ തലയാണ് എൻ്റെത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുട്ടിന്ന് പെട്രോളെല്ലാം അടിച്ചിട്ടാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. ഇരുട്ടി കയറി പെട്രോൾ പമ്പ് കയറി പെട്രോളെല്ലാം അടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. പിന്നെ എൻ്റെ സൗണ്ട് കേട്ടാൽ എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ആകെ തണുപ്പടിച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കോടയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ തണുപ്പും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് സൗണ്ടെല്ലാം ആകെ പോയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം അമ്മ എന്നോട് ചോദിക്കാൻ നീ എന്തിനാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അമ്മ ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ പിന്നെ ചിരിക്കാണ്ടായ
ആയിട്ട് ഓരോരാൾക്ക് ഭയങ്കര പരാതിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെജിറ്റബിൾസാണ് അധികം കൊണ്ടുപോയത്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയത്. അപ്പോൾ നമ്മളിതാ ഞാൻ വെജിറ്റബിളായി എടുത്തത് ക്യാരറ്റും പിന്നെ കുക്കുംബർ വന്നു കേട്ടോ. നമ്മൾ അതാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇന്നത്തെ നമ്മളെ ലോങ് വീഡിയോ കുറച്ചൊരു ടൈം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാം ഉൾപ്പെടുത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കാണണം, കാണാണ്ട് പോവറെന്നേ പറയാനുള്ളൂ. വീഡിയോ കുറച്ച് കണ്ടിട്ട് നിർത്തിയിട്ട് പോകാറ് കേട്ടോ. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ആക്കുന്നതും എല്ലാം. അപ്പോൾ എൻ്റെ സൗണ്ട് തന്നെ കണ്ടില്ല, ഈ സൗണ്ടെല്ലാം വെച്ച് കൊടുത്തിട്ടില്ലാന്ന് കേട്ടോ. കുറേ സമയത്തെ കഷ്ടപ്പാട് തന്നെയാണ് ഈ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അവരൊന്നും വിചാരിച്ചിട്ടല്ല, കുറേ നേരത്തെ കഷ്ടപ്പാട് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. പിന്നെ പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം എന്നേ പറയാനുള്ളൂ. അപ്പം നമുക്ക് ഓരോരോ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോകാം കേട്ടോ. എല്ലാ സ്ഥലത്തൊന്നും ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം പറയേണ്ടതെന്നൊന്നും തിരിയൂല. കാരണം നമുക്ക് പറയേണ്ട സാഹചര്യം വരുമ്പോൾ ആണല്ലോ ഓരോ കാര്യങ്ങളും നമ്മൾ പറയും. അപ്പോൾ ബാക്കി ഇങ്ങനെ കാണാം കേട്ടോ. നമ്മളാണെങ്കിൽ പേരാവൂർ നെടുമ്പോയിൽ വഴിയാണ് കേട്ടോ വയനാടേക്ക് പോയത്. അപ്പോൾ നമുക്ക് പാൽച്ചുരം വഴി, കൊട്ടിയൂർ പാൽച്ചുരം വഴി അങ്ങനെ പോയാൽ മതി. പക്ഷെ അവിടെ മണ്ണിടിച്ചിലുണ്ടായതുകൊണ്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. അവിടെ പിന്നെ പോകുന്ന വണ്ടീനെല്ലാം തിരിച്ചു വിടലാന്ന് വേറെ ഏതോ വഴിയാക്കിയിട്ടെന്നെല്ലാം പറയുന്നത് കേട്ടിന്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതുപോലെ നെടുമ്പോയിൽ വഴിയാണ് പോയത് കേട്ടോ. നെടുമ്പോയി ആ ചുരം കയറിയിട്ടാണ് വയനാടേക്ക് നമ്മൾ പോയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോകാനായിട്ട്. നല്ല എന്തായാലും ചുറ്റി വളഞ്ഞ് പോകേണ്ടി വന്നാലും വലിയ ഇതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നമുക്ക് ടൈം ഒരുപാട് എടുത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് ആ ഒരു ഇത് നല്ല രസേനും എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചുരം കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഏലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയ സമയത്താണ് ഒരു വെള്ളച്ചാട്ടം കണ്ടത്. അങ്ങനെ അവിടെ നിർത്തി അതിൻ്റെ കുറേ സമയം അതിൻ്റെ ഭംഗി അവിടെ നിന്ന് ആസ്വദിച്ച്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാന്ന് വെച്ചാൽ അവിടെ പോകാവോ എന്ന് അറിയില്ലേനു. പിന്നെ ആൾക്കാരെല്ലാം കയറിയിട്ട് അവിടെ പോയിട്ട് ഫോട്ടോ ആക്കുന്ന എല്ലാം കണ്ട്. അതുകൊണ്ട് നമ്മളും അതിൻ്റെ അടുത്ത് പോയി നിന്ന് പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോസും പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങനെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ പിന്നെ എന്തോ ബോർഡ് വെച്ച പോലെയെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവിടെ എല്ലാവരും പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, ആൾക്ക് നല്ല ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിലൂടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ഇത് ഫീൽ ചെയ്യുക തന്നെ വേണം. ഇത്രയും അടുത്തുനിന്ന് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ. ഞാനിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടു നിന്നിട്ടേ ഉള്ളൂ. ഇത്ര അടുത്ത് പോയിട്ട് ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അതിലൂടെ പോകുന്ന ഒരുവിധം വണ്ടിക്കാർ തേച്ചു അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലും ആക്കലെല്ലേനും കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചായപ്പീടി ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ആദ്യം വിചാരിച്ച് കുറച്ച് എന്തെങ്കിലും ഒന്നും കഴിക്കാമെന്ന്, പിന്നെ ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ചായയും പിന്നെ അവിടെ നിന്ന് ബ്രെഡ് പൊരിച്ച് ആ സംഭവമാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് കുടിച്ചിട്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. കുറച്ച് ടൈം എടുത്തിന്. ചായ അവിടെ നല്ല തിരക്കുണ്ടേനു, ചായ കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുത്തിന്. നല്ല തിരക്കുണ്ടേനു. പിന്നെ പോരാത്തതിന് അടുത്ത കടക്കാരൻ എന്തോ വല്ലാണ്ട് ദേഷ്യം പിടിക്കുന്ന പോലത്തെ എന്തോ ഒരു ഇതുണ്ടേനു കേട്ടോ. അതുകൊണ്ട് നമ്മളങ്ങനെ മൈൻഡാക്കിയിട്ടൊന്നുമില്ല. എന്നാലും പിന്നെ നമുക്ക് ചായ കിട്ടുകയോ വേണ്ടേനു. നമ്മൾ ചായ കുടിക്കാമെന്ന് വെച്ച് ചായ കുടിച്ച് എന്നിട്ടെല്ലാന്ന് അവിടെ നിന്ന് പോകാനായിട്ട് വിചാരിച്ചത് കേട്ടോ. നമ്മളവിടെ കയറുന്നതിന് മുന്നേ തന്നെ നല്ല തിരക്കുണ്ടേനു ആ പീടികയിൽ. പിന്നെ നമ്മളത് നോക്കിയിട്ടില്ല. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചതിനും പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ ചായ മാത്രം കുടിക്കാമെന്ന് തിരക്ക് കണ്ടുകൊണ്ട്. അതുകൊണ്ട് പിന്നെ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മാക്സിമം പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഐറ്റംസ് കൊണ്ടുവന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് പൊന്നൂനൊരു ചോളാപ്പൊരി വാങ്ങി കൊടുത്തിട്ടുണ്ടേനു. അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി നിന്ന് കേട്ടോ. നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടേനു. ഒരു 1/2-3 മണിക്കൂറോളം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടേനു. ടൈം വെറുതെ കളഞ്ഞു എന്നല്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനായാലും. അവിടെ ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു അവിടെ നിൽക്കാൻ. പിന്നെ ചായപ്പീടിയൻ്റെ അടുത്ത് ചെറിയൊരു വാഷ്റൂം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ
കേരി ഒന്ന് ഫ്രഷെല്ലാം ആയിട്ടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തത്. പൊന്നൂനാണെങ്കിലും ഇടയ്ക്ക് അങ്ങോട്ട് എവിടെയും എത്തുമ്പോൾ ഒക്കെ മൂത്രം ഒഴിക്കാൻ പോകേണ്ടി വരും. അതുകൊണ്ട് ഓളയും കൂടി അവിടെ കേരി മൂത്രമെല്ലാം ഒഴിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് വിടാൻ വേണ്ടിയിട്ട് നോക്കിയത്. പിന്നെ സത്യം പറഞ്ഞാൽ അവിടുന്ന് വിടാൻ വേണ്ടി തോന്നിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ അവിടുന്ന് കുറേ നേരം വീഡിയോ എടുത്തിന്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ എല്ലാം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് അവിടുന്ന് സത്യം പറഞ്ഞാൽ പോവാൻ തോന്നിയിട്ടില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്തേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് നല്ല തണുപ്പ് വരുന്നുണ്ടേനു. അവിടെ നിൽക്കുമ്പോൾ ആയാലും നല്ല തണുപ്പുണ്ടേനു. പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് നല്ല നല്ല തണുപ്പ് വരുന്നുണ്ടേനു കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് പോകാനേ തോന്നിയിട്ടില്ല. എന്നിട്ട് പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ പോകാനല്ലല്ലോ നമ്മൾ വന്നത്, നമുക്ക് എത്തേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ. അതുകൊണ്ട് അധികം അവിടെ നിൽക്കാൻ പിന്നെ നിൽക്കണ്ട, പോവാന്ന് പറഞ്ഞ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വിട്ട് കേട്ടോ. അപ്പോൾ അധികം സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് സൗണ്ടെല്ലാം പോയിട്ടാന്നുള്ളത്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഞാൻ വോയിസ് കട്ടാക്കിയിട്ട് ഇങ്ങനെ വ്യൂ മാത്രം കാണിക്കുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ പൊന്നൂന് വേണ്ടിയിട്ടാണ് കേട്ടോ 2 പാക്കറ്റ് വാങ്ങിച്ചത്. നമ്മൾ ഫ്രൂട്ട്സ് അതും കഴിക്കാമെന്നു വിചാരിച്ചത്. പിന്നെ പൊന്നു നോക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സും ഇതെല്ലാം കഴിക്കുന്ന സമയത്ത് പൊന്നൂസിനും അതന്നെ മതിയേനു കേട്ടോ. ഓളും ഇതുപോലെ ക്യാരറ്റും കുക്കുംബറും അതന്നെയല്ലാന്ന് കഴിക്കുന്നത്. പിന്നെ എല്ലാം കൊണ്ടും അതന്നെയാണ് നല്ലതെന്ന് തോന്നിയോണ്ട് പിന്നെ ഓക്കും അതന്നെ കൊടുത്തു കേട്ടോ. മാക്സിമം സ്നാക്സിൻ്റെ പാക്കറ്റ് നമ്മൾ ഒഴിവാക്കി. പിന്നെ കപ്പ് കേക്ക് ഓള് കഴിച്ചിട്ടുണ്ടേനു. എന്നാലും കൂടുതലായിട്ട് ഓള് ക്യാരറ്റും കുക്കുംബറും അങ്ങനത്തെ എല്ലാമാണ് കഴിച്ചത്. അനുഭവം കൊണ്ട് പറയുന്നതാണ്, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഐറ്റംസ് കൊണ്ടുപോകുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ കുറേ വീഡിയോയിൽ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടേനു ഏച്ചിക്ക് സിബ്ലിങ്സ് ഉണ്ടോ എന്നുള്ള കാര്യം. എനിക്കൊരു ആളുണ്ട്, അതാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആൾ കേട്ടോ. എൻ്റെ അനിയനാണ്. അനിയൻ്റെ പേര് ശ്രാവൺ എന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഫേസ് അതായിരിക്കും. ഓനങ്ങനെ വീഡിയോസിലൊന്നും നിൽക്കാത്ത ആളാണ്. ഭയങ്കര എന്താ പറയുക, ഇൻട്രോവേർട്ടിനെ പോലെ അതുപോലെയാണ്. പിന്നെ അപ്പം ഞാനാണ് നിർബന്ധിച്ചത്, അങ്ങനെ വേണ്ട, നീയും വീഡിയോയിൽ നിൽക്കണോ, എന്തായാലും എനിക്കൊരു അനിയനുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഓൻ്റെ ഫ്രണ്ട്സ് ആയാലും ആരായാലും വീഡിയോസ് എൻ്റെ കാണുന്നവർ തന്നെയാണ്. അപ്പോൾ ഓൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ അനിയനാണെന്നോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓനെ മാത്രം എന്തിനങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമെന്ന് ഞാൻ ഓനോട് പറഞ്ഞു. അങ്ങനെ ഓൻ്റെ വീഡിയോസും ഞാൻ എടുക്കാൻ തുടങ്ങി. പിന്നെ എന്നോട് പറയുന്നുണ്ടേനും എടുക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ടേനും. പിന്നെ എന്നാലും ഞാൻ അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഓൻ്റെ വീഡിയോസും കൂടി എടുത്തിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവരെയും കാണാം. അപ്പോൾ എല്ലാവരെയും കാണേണ്ട സാഹചര്യം വരുന്ന സമയത്ത് എല്ലാവരെയും കാണാം. അപ്പോൾ എല്ലാ ദിവസമൊന്നും അനിയൻ വീട്ടിലുണ്ടാവില്ല. ഓൻ ഇപ്പം ലീവിന് വന്നതാണ്, ഓണത്തിൻ്റെ ലീവിന് വന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചത്. അനിയന് വരുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ പോകാൻ വിചാരിച്ചതല്ല. എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പോകാനുള്ള ഒരു സുഖം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ലോങ് വീഡിയോ എടുക്കണമെന്നും ഇടണമെന്നും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലേനു ഒന്നാമത്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ അതിങ്ങനെ എന്നോട് ഏട്ടൻ പറഞ്ഞത്, നീ വേണമെങ്കിൽ ലോങ് വീഡിയോ എടുത്തോ, പിന്നെ എന്തായാലും പോകുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഷോർട്ടിൽ ഒതുക്കാനാവില്ല, അല്ലെങ്കിൽ ഷോർട്ടാണെങ്കിൽ തന്നെ പാർട്ടായിട്ട് ഇടേണ്ടി വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പേനു. അതുകൊണ്ട് എന്നാൽ പിന്നെ വിചാരിച്ച് ഷോർട്ട് ഇങ്ങനെ പാർട്ടായിട്ട് ഇടുന്നതും ലോങ് വീഡിയോ ഒറ്റയടിക്ക് ഇടുന്നതും എല്ലാം കണക്ക് തന്നെയാണ്. പിന്നെ അപ്പോൾ ലോങ് വീഡിയോ ആകുമ്പോൾ ചിലർക്ക് മടുപ്പുണ്ടാവും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ. ഷോർട്ടാകുമ്പോൾ ഇങ്ങനെ കണ്ട് തീർത്തിട്ട് അടുത്ത പാർട്ട് അങ്ങനെ കാണാം. പക്ഷെങ്കിൽ ഞാനൊരു ലോങ് വീഡിയോ തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ചിലവർക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ എങ്കിലും കാണാൻ ശ്രമിക്കണം. കാരണം ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ നമ്മൾ കുറേ സമയം പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതേതാ സ്ഥലം എന്നുള്ള കാര്യം എനിക്കറിയില്ല, ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിർത്തി വീഡിയോ എടുത്തത്. ഒരു വലിയൊരു നെൽപ്പാടം, ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടോ ആ സ്ഥലം ഒരു പ്രത്യേകമായിട്ട് എനിക്ക് തോന്നി. എന്തോ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. അത് ചായക്കടയാന്ന് തോന്നുന്നു അവിടെ ഉള്ളത്. അപ്പോൾ അത് അടച്ചിട്ടേനുള്ളത്. ഇന്നലെ തിരുവോണം ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പല പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം
എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മാക്സിമം ഞാൻ എന്തെല്ലോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രോഗ്രാമും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ക്യാമറ ഓണാക്കുന്നതിന് മുന്നേ തന്നെ ആ പ്രോഗ്രാമിൻ്റെ അടുത്ത് നിന്ന് വണ്ടി മൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കടേൻ്റെ മേലെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇങ്ങനെ കിടക്കുന്നുണ്ടേനു. അതിൽ ഇഷ്ടംപോലെ ഫാഷൻ ഫ്രൂട്ടും ഉണ്ടേനു. പിന്നെ ഒന്ന് പറിച്ചാലോ എന്നിങ്ങനെ വിചാരിച്ച് പിന്നെ അതെന്തായാലും അത് ആരെയോ ഫാഷൻ ഫ്രൂട്ട് ആരോ നട്ട് വളർത്തിയത്, പിന്നെ ചോദിക്കാണ്ട് പറിക്കുന്നത് ശരിയല്ല, ആരും അവിടെ കാണുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പറിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾക്കായാലും ഉണ്ടാവുമല്ലോ, നമ്മളെ അടുത്ത് നട്ട് വളർത്തിയ ഒരു സാധനം ആരെങ്കിലും ഇങ്ങനെ പറിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കായാലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പറിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് വിട്ടു. അപ്പോൾ നല്ലപോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടേനും. ഏകദേശം ഒരു 1:30 ആകാനായിട്ടുണ്ടേനും. അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തിയ സമയത്ത് ഒരുപാട് സ്ഥലത്ത് നിർത്തി നോക്കിയിട്ട് ഏടിയും ചോറില്ല, ഏടിയും മര്യാദയ്ക്ക് ചോറ് കഴിക്കാനില്ല. പിന്നെ ഈ പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉള്ളത് എല്ലാം കഴിഞ്ഞിട്ടേനും ഉള്ളത്. ഒന്നാമത് ഇന്നലെ തിരുവോണം ആയതുകൊണ്ട് തന്നെ ഒരുവിധം കടയെല്ലാം ക്ലോസ് ആയിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ കടക്കെല്ലാം നല്ലപോലെ കച്ചവടം കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. അങ്ങനെ നമുക്ക് ഇന്നലെ മനസ്സിലായത് പിന്നെ നമ്മൾ ഒരുപാട് കടയിൽ കയറിയിട്ട് പെട്ടെന്ന് ചോറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ഒരുവിധം കടക്കെല്ലാം കച്ചവടം കിട്ടിയ ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി ചോദിച്ചു നോക്കി ചോറുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വിട്ടു കേട്ടോ. അടുത്ത കട എവിടെയും കാണുവാണെങ്കിൽ കയറി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടു. എല്ലാവർക്കും ഒരുവിധം നല്ലപോലെ വിശന്നിട്ടുണ്ടേനു കേട്ടോ. പക്ഷെ നല്ലൊരു കട കാണാത്തതുകൊണ്ട്, നല്ലൊരു കട എന്നല്ല മര്യാദയ്ക്ക് ചോറ് കിട്ടുന്ന ഒരു കട കാണാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ടൗണിലെല്ലാം കുറേ നോക്കിയിട്ടുണ്ടേനു കേട്ടോ. ഏടിയും മര്യാദയ്ക്ക് ചോറില്ല. എനിക്ക് തോന്നുന്നു ഒരു 3-4 കടയിൽ നമ്മൾ ചോദിച്ച് ചോറുണ്ടോ എന്ന്. പേടിയും ചോറില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ മൂവായി കേട്ടോ. അപ്പോൾ ഞാനും അനിയനും കഴിക്കാൻ വിചാരിച്ചത് ബിരിയാണി കഴിക്കാമെന്നു വിചാരിച്ചത്. അപ്പോൾ അച്ഛനും അമ്മക്കായാലും ബിരിയാണി വേണ്ട, ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ചോറില്ലാത്തതുകൊണ്ട് ആണ് കേട്ടോ നമ്മളിങ്ങനെ പോയത്. ഒരുവിധം കടയിൽ ബിരിയാണി ഉണ്ടേനു. അപ്പോൾ അവർക്ക് ബിരിയാണി വേണ്ടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മയ്ക്കിങ്ങനെ ചിരി വരുന്നുണ്ടേനു. അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേനു കേട്ടോ, നീ ഇങ്ങനെ സെൽഫി വീഡിയോ എടുത്തിട്ട് എന്തിനാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറയാം, അമ്മ നല്ലോണം ചിരിക്കുക, എന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂ എന്ന് പറഞ്ഞ് അങ്ങനെ തമാശയായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഏടിയും മര്യാദയ്ക്ക് ചോറ് കിട്ടുന്ന ഒരു ഹോട്ടലിലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ ദൂരം മുന്നോട്ട് പോയി കേട്ടോ. അപ്പോഴത്തേന് തന്നെ എല്ലാവർക്കും ഒരുവിധം നല്ല പോലെ വിശന്നിട്ടുണ്ടേനു. അവസാനമായിട്ട് ഒരു കടയിലും കൂടി ചോദിച്ച സമയത്ത് അടുത്ത ഒരാൾ പറഞ്ഞു, നിങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ ഒരു സാഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്, അവിടെ കയറിക്കോ, നല്ല ഫുഡാണ്, അവിടെ എന്തായാലും ചോറുണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ അവിടെ കയറാൻ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു കട കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി തൊട്ടപ്പുറത്ത് കടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ നേരെ അവിടെ കയറിയിട്ട് ചോദിച്ചു നോക്കുമ്പോൾ ആടെയും ചോറുണ്ടായിരുന്നു. അപ്പം ഞാനും അനിയനും ബിരിയാണി പറഞ്ഞു, ഏട്ടനും പിന്നെ അമ്മയും അച്ഛനും ചോറ് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ബിരിയാണി നമ്മൾ പറഞ്ഞ സമയത്ത് പിന്നെ അമ്മയും അച്ഛനും പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മളും ബിരിയാണി കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവരൊരു സിംഗിൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഏട്ടൻ ചോറാന്ന് കഴിച്ചത്. ഫുൾ ബിരിയാണി കഴിച്ചാൽ അച്ഛനും അമ്മക്കും പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ സിംഗിൾ ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ എന്തായാലും ഒരു ഫുൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അനക്ക് മാത്രം കഴിച്ചാൽ പോരാ, പൊന്നൂസിനും കൂടി കഴിക്കണം. അതുകൊണ്ട് ഒരു ഫുൾ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തു. അനിയനും ഒരു ഫുൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഏട്ടൻ എല്ലാ സമയത്തും ബിരിയാണി കഴിക്കാൻ തോന്നൂല, അതുകൊണ്ട് പിന്നെ ഏട്ടൻ ചോറാണ് കഴിച്ചത്. ഏട്ടൻ അധികം പോകുന്ന സമയത്ത് ചോറ് തന്നെയാണ് കഴിക്കൽ. അങ്ങനെ ബിരിയാണി വന്നു, നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ പൊന്നൂസിൻ്റെ ഷോട്ടാണിത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഓളിങ്ങനെ ബിരിയാണി ഇങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്റ്റാൻഡെല്ലാം എടുത്തിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേങ്കിൽ വിചാരിച്ച പോലെ ഒന്നുമല്ല, വീട്ടിൽ നിന്ന് വിചാരിച്ച സ്റ്റാൻഡെല്ലാം എടുത്തിട്ട് നല്ല അടിപൊളി വീഡിയോ എല്ലാം എടുക്കാമെന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ ചുമരിൻ്റെ അടുത്ത് ചാരി വെച്ചിട്ടാണ് വീഡിയോയിൽ കുറച്ചെല്ലാം നമ്മൾ ആക്കുന്നതെല്ലാം എടുത്തത്. അപ്പോൾ എന്തിനാ ഇങ്ങനെയെല്ലാം കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുന്നതെല്ലാം കാണിച്ചത്. പിന്നെ നമ്മളെ വീഡിയോ ഇങ്ങനെ തന്നെയാണല്ലോ, വീട്ടിലുള്ളതാണെങ്കിലും എല്ലാം നമ്മൾ ഭക്ഷണം ആക്കുന്ന എല്ലാം നമ്മൾ കാണിക്കലുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് അങ്ങ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് വാഷ്റൂമിലെല്ലാം പോയി ഞാനായാലും പൊന്നുമായാലും അമ്മയായാലും എല്ലാം വാഷ്റൂമിൽ പോയി. എന്നിട്ടാണ് കേട്ടോ നമ്മൾ അവിടുന്ന് വിട്ടത്. നോക്കുമ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തതിനും മഴക്കാറ് കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം അവിടുന്ന് വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കേരളം വിട്ട് ഇപ്പം കർണാടകയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ആടെ ഇവിടെ ഒരുപാട് ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. വൈൽഡ് ആനിമൽ ഇറങ്ങുന്ന സമയമാണ്, സ്ഥലമാണ്, അപ്പം നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് നമ്മൾ എന്തായാലും ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറുമ്പോൾ കാണുമല്ലോ. അതുപോലെ നമ്മളും കുറേ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറിയ സമയത്ത് ഒന്ന് അവിടെ ബ്ലോക്ക് ആയി കേട്ടോ. എനിക്ക് തോന്നുന്നു മുന്നോട്ട് എവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ എന്തോ ബ്ലോക്ക് ആയതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിനേനു. അപ്പോൾ ഫോറസ്റ്റിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതുപോലെ ഫോറസ്റ്റിലൂടെ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടത് കുരങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ വൈൽഡ് ആനിമലെ കാണുന്ന സ്ഥലത്ത് എവിടെ പോയാലും ഫസ്റ്റ് കാണുന്നത് ഇയാളെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇയാളെ തന്നെയാണ് കണ്ടത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒന്നിൻ്റെ മുഖത്ത് നല്ല റെഡ് കളറേനു. അപ്പോൾ എന്നോട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നു എന്തോ കായ ഇങ്ങനെ മുഖത്ത് തേക്കുന്നതാണ്, അല്ലാണ്ട് അതിൻ്റെ കളറല്ല, എന്തോ കായ ഇങ്ങനെ തേക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉള്ളതാണോ എന്നറിയില്ല. അപ്പോൾ അത് അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്യാനും അവിടെ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നിരന്നിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലോ കിട്ടുമെന്നെല്ലാം വിചാരിച്ചിട്ടാണ്. അപ്പോൾ കാറിൻ്റെ ഉള്ളിലേക്ക് തുള്ളി ചാടണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഗ്ലാസ് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തത്. അപ്പം മരത്തമ്മിലെല്ലാം നോക്കിയാൽ തേച്ചു ഇവരെന്നേ ഉള്ളൂ. അപ്പോൾ ആടുന്ന് ഒരാൾ പാല് കൊടുക്കുന്നുണ്ട്, ഒരാൾ കുട്ടീൻ്റെ തലേന്ന് പേന് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ കുറച്ചു നേരം വണ്ടി അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് നല്ല കുറച്ച് കാഴ്ചകളെല്ലാം കാണാൻ പറ്റി. കുരങ്ങന്മാരെ ആയാലും നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എന്തിനെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കലാന്ന് കേട്ടോ. കുറേ നേരം പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ വൈകാണ്ട് നമ്മൾ അടുത്ത ആളെ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആനക്കൂട്ടത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ തന്നെ നോക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ പേടിച്ചിട്ട് നമ്മൾ അധികം അവിടെ വണ്ടി നിർത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് ഇങ്ങനെ സ്ലോ ആക്കി പോയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരാൾ മാത്രമല്ല, അങ്ങോട്ടേക്ക് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആനക്കൂട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കാട്ടിലെല്ലാം പോകുന്ന സമയത്ത് ഒറ്റക്കൊമ്പനെ കണ്ടാലാ പേടിക്കണ്ടേന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കൂട്ടത്തോടെ ഉള്ളതിന് അത്ര പേടിക്കണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയ സമയത്ത് വലിയ കാട്ടുപോത്തിനെല്ലാം കാണാൻ തുടങ്ങി കേട്ടോ. ഒരു കാട്ടുപോത്തിനെ കണ്ടിട്ട് ശരിക്കും അന്തം വിട്ട് പോയിട്ടേനു. ശരിക്കും ജിമ്മിൽ പോയ പോലെ ഉണ്ടായിരുന്നു. അത്രക്കും വണ്ണവും ഹൈറ്റും എന്താ പറയുക, അത്രക്കും ബോഡിയെല്ലാം ആയിട്ട് നല്ലൊരു സൈസുള്ളൊരു കാട്ടുപോത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 2 എണ്ണത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലേതോ ഒന്നിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ അതന്നെ ഞാൻ എങ്ങനെയല്ലോ സൂം ചെയ്തിട്ടെല്ലാം എടുത്തത്. ഇഷ്ടംപോലെ വണ്ടിക്കാർ നിർത്തിയിട്ട് അവരെ ആക്കുന്നെല്ലാം ഉണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളും പോകുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെല്ലെ സ്ലോ ആക്കിയിട്ട് തന്നെയാണ് വണ്ടി വിട്ടത്. നമുക്കൊന്നാമത് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മെല്ലെ സ്ലോ ആക്കിയിട്ട് വണ്ടി വിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സൈസ് കാട്ടുപോത്താന്നത് ഭയങ്കര വണ്ണേനു കേട്ടോ, ഭയങ്കര സൈസേനു. ഇതിലും സൈസുള്ള ഒന്നും കൂടി ഉണ്ടേനും. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കറക്റ്റ് മുന്നിലൊരു വണ്ടി വന്ന് പെട്ട് കേട്ടോ. അപ്പോഴത്തേനും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് പിന്നെയും വിട്ടു കേട്ടോ. അവിടെ നിന്ന് പിന്നെയും വണ്ടിക്ക് സ്പീഡ് കൂട്ടി. അപ്പോൾ ഇത്രയേറെ സ്ലോ ആയിട്ടേനും പോയത്. അപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് ചോറെല്ലാം കഴിച്ച് കുറേ അങ്ങ് എത്തിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വിശപ്പല്ല, ഒരു ഒന്നും കഴിക്കണം എന്ന് തോന്നിയ സമയത്ത് നമ്മൾ വത്തക്ക എടുത്തിട്ടുണ്ടായിരുന്നു. വത്തക്ക സ്ലൈസ് ആക്കിയിട്ട് ഞാനൊരു ബോക്സിൽ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അത് തലേ ദിവസം ഞാൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതേനു കേട്ടോ. അങ്ങനെ നമ്മൾ അത് കഴിച്ചു. അങ്ങനെ നമുക്ക് പോകേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഗുണ്ടൽപേട്ടയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആടെ എത്തിയപാട് കണ്ടത് ചെറിയൊരു സൂര്യകാന്തിൻ്റെ തോട്ടാണ്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് മുന്നോട്ടേക്ക് പോയ സമയത്ത് ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. അവർ നമ്മളോട് വന്ന് ചോദിച്ചു ഹോഴ്സ് റൈഡ് ചെയ്യുന്നുണ്ടോയെന്ന്. നമ്മൾ പറഞ്ഞു ഇല്ല. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഹോഴ്സ് റൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
നമ്മൾ ചെയ്തിട്ടില്ല, നമ്മളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ തോട്ടത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരുപാട് പൂക്കളൊന്നുമില്ല, കുറച്ച് മാത്രമേ പൂക്കളുള്ളൂ. ഈ പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെല്ലാം ഇഷ്ടം പോലെ പൂക്കളുണ്ടേനും പോലും കേട്ടോ. അപ്പം അതെല്ലാം ഓണത്തിൻ്റെ ഇതായിട്ട് പറിച്ചിട്ട് പോയി തീർന്നു. ഇപ്പോൾ കുറച്ച് കൃഷി മാത്രമേ ഉള്ളൂ, പൂക്കളുടെ കൃഷി മാത്രമേ ഉള്ളൂ. ഒരുപാടുണ്ടേനും പോലും കേട്ടോ, ഇവിടെയെല്ലാം ഒരുപാടുണ്ടേനും പോലും അതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് പോലും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറിയിട്ട് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് കണ്ടത് മറ്റേ ഓറഞ്ച് കളറ് മല്ലിക, പിന്നെ നമ്മളെ വാടാർമല്ലി ഉണ്ടല്ലോ, ആ പിങ്ക് കളറ്, ആ വാടാർമല്ലീൻ്റെ തോട്ടം കണ്ട്, പിന്നെ കുറച്ച് സൺഫ്ലവറിൻ്റെ തോട്ടം കണ്ട്. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് ഇത്രയെല്ലാം പൂക്കൾ മാത്രമേ അവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. മറ്റേ വയലറ്റ് പൂക്കളെല്ലാം ഉണ്ടേനും പോലും എല്ലാം എല്ലാം തീർന്ന്. അപ്പം ഞാൻ അതാ പറഞ്ഞത്, ഈ സമയത്തെല്ലാം സത്യം പറഞ്ഞാൽ ഇവിടെ വരേണ്ടത് ഓണത്തിന് കുറച്ച് മുന്നേ വരണേനു. പക്ഷെ നമ്മൾ തിരുവോണത്തിന് എവിടെയെങ്കിലും പോവാന്നുള്ള പ്ലാൻ ഇട്ടുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹം ഉണ്ടേനും ഗുണ്ടൽപേട്ടൊന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കാര്യം മനസ്സിലായി. കാരണം പിന്നെ പൂ ഒരുപാട് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലായി. ഇതിന് ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ ആ പറിച്ചെടുത്ത പൂവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇമാജിനേഷൻ ചെയ്യാം എത്ര ഉണ്ടാകും എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ എന്തായാലും ഈ സ്ഥലം കാണണമെന്നുണ്ടെങ്കിലും അത് കണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റി. അപ്പം മഴയായതുകൊണ്ട് തന്നെ പിന്നെ തോട്ടത്തിലേക്ക് നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പോലെ കാലിലെല്ലാം ചളിയായിട്ടുണ്ട്. പൊന്നൂൻ്റെ എല്ലാം പുതിയ ഷൂ ആയിരുന്നു, അതിലെല്ലാം നല്ല പോലെ ചളിയായിട്ടുണ്ട് കേട്ടോ. കാരണം എത്ര പിന്നെ ശ്രദ്ധിച്ച് നടന്നാലും നമ്മളെ കാലിൽ ചളിയാവും, അവിടെയെല്ലാം മൊത്തം ചളിയാണ്. അപ്പോൾ ഇത് വാടാർമല്ലീൻ്റെ തോട്ടത്തിൽ ഇരുന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത്, പിന്നെ സൂര്യകാന്തി പാടം അത് കാണാൻ നല്ല ഭംഗിയുണ്ടേനും. അപ്പോൾ നമ്മൾ റീലിലെല്ലാം കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി സൂര്യകാന്തി തോട്ടം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത്, മെയിനായിട്ട് ഇപ്പോൾ പോയത് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പോയ പോലെയാണെന്ന് തോന്നുന്നത്. മര്യാദയ്ക്ക് സ്ഥലങ്ങൾ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലേന്ന് ചോദിക്കുകയാണെങ്കിൽ പറ്റിയെന്നേ ഞാൻ പറയും കേട്ടോ. വീഡിയോസ് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ടെങ്കിലും നമ്മളെ സ്ഥലവും കാര്യങ്ങളെല്ലാം ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടേനു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ പിന്നെ നോക്കിയെന്നല്ല, അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയിട്ട് പിന്നെ അടിപൊളി നല്ല ഭംഗിയുണ്ടേനും. അങ്ങനെ നമ്മൾ കാഴ്ചയെല്ലാം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മളോട് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൈസ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു 20 രൂപേൻ്റെ നോട്ട് ഉണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ചെമ്മരി ആടിനെയും കൊണ്ട് ഒരു അമ്മമ്മ വന്നു. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ചളിയിലെല്ലാം ഉരുണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഇത് വെളുത്തിട്ടുണ്ടെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവും ഇതിനും കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അതെല്ലാം നോക്കി എന്നിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ചെറിയൊരു മഴക്കാറ് കാണുന്നുണ്ട്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇനി എവിടെ പോവും എന്നുള്ള ചിന്തയായി കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് തിരിക്കാമെന്ന് വെച്ചാൽ തോന്നുന്നില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്തും കൂടി പോവാമെന്നിങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഏട്ടൻ പറഞ്ഞെന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, മൈസൂർ പാലസിൽ പോവാമെന്ന്. മൈസൂർ പാലസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കുട്ടിയായ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു +2 പഠിക്കുന്ന സമയത്ത് ടൂർ പോയിട്ടുണ്ടായിരുന്നു, മൈസൂർ പാലസിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മൈസൂർ പാലസെല്ലാം കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അമ്മയും ഒന്നും പോയിട്ടില്ല, അച്ഛനെല്ലാം അതിലേ കൂടെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. എന്നാലും പാലസ് എന്താണെന്നുള്ളത് അച്ഛൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നാൽ പിന്നെ പാലസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ പാലസിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മൈസൂരേക്ക് പോകാൻ വിചാരിച്ച സമയത്ത് ഞാൻ കുറച്ച് സമയം ഉറങ്ങിപ്പോയിട്ടുണ്ടേനു. അപ്പോൾ അതാണ് എൻ്റെ കണ്ണും മുഖം എന്തോ പോലെ. അപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി ഇങ്ങനെ വിചാരിച്ചിനേനു, മറ്റേ ചാമുണ്ടീൻ്റെ ഒരു പിന്നെ അമ്പലം ഉണ്ട് പോലും അവിടെ. അപ്പോൾ ആടെയും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനു കേട്ടോ. പക്ഷേങ്കിൽ കയറാനുള്ള ടൈം ഉണ്ടാവുമെന്നറിയില്ല, ടൈം ഉണ്ടെങ്കിൽ കയറാമെന്നേനും വിചാരിച്ചത്. പിന്നെ നമുക്ക് തന്നെ ഒരു എന്തോ പോലെ ഉണ്ടായിരുന്നു, ബിരിയാണിയാണ് തിന്നത്. അപ്പോൾ അവിടെ പോകണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ എന്തോ പോലെ ഉണ്ടായിരുന്നു. പിന്നെ വന്നതല്ലേ എന്തായാലും ഒന്ന് കാണാം, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട, ജസ്റ്റ് അവിടെ ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാന് മനസ്സിലിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ
നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചിരുന്ന ആ ഒരു മലേൻ്റെ മേലെ കുറേ ഇത് കണ്ടില്ലേ, അതാന്ന് പോലും ആ അമ്പലം. ആടെ പോകാമെന്ന് പറഞ്ഞത് ചാമുണ്ടീൻ്റെ എന്തോ അമ്പലമാണെന്ന് പോലും. കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ, എന്താ ഇവർ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ തന്നെയാണ് തോന്നുന്നു പറഞ്ഞത്. അപ്പം നമ്മൾ അവിടെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പില്ല. ഒന്നാമത് നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം എത്താനായാലും. കാരണം നമ്മൾ പിന്നെ പാൽച്ചുരം വഴി വരുന്നതാണെങ്കിൽ വേഗം എത്തിയിരുന്നു. ഇതിപ്പോൾ ചുറ്റി വന്നുകൊണ്ടാണ് കേട്ടോ ഇത്ര ലേറ്റായി പോയത്. നമ്മളിതാ മൈസൂർ പാലസിലേക്ക് എത്തിയിട്ടുണ്ട്. പാലസിലെത്തുമ്പം തന്നെ ഏകദേശം ഇരുടായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെ പോവാൻ, അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ഇതെല്ലാം ചുറ്റിക്കറങ്ങി ഇനി ഇറങ്ങുമ്പോഴത്തേനെ പിന്നെ ടൈം എത്രയാവും എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പിന്നെ നോക്കിയിട്ട് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയില്ല, ഉറപ്പായിട്ടില്ല. അങ്ങനെ നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല, ഇനി അത് ക്ലോസ് ആയി. പിന്നെ ഒരു 5 മണി വരെയോ അങ്ങനെ എന്തോ ആന്ന് പോലും അടുത്ത ടൈം. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ ഇതെല്ലാം എടുത്ത് പാസ്സെല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പാസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കയറാനുള്ള പാസ്സല്ല, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇതാണ് കേട്ടോ എടുത്തത്. പാർക്കിംഗ് ഫീ ആണ് കൊടുത്തത്, പാസ് എന്ന് പറഞ്ഞാൽ മാറിപ്പോയതാണ്. അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിന്ന്. എന്നാൽ രണ്ടായിട്ടാണ് തന്നെ വിളിക്കുന്നത്, ആടെയല്ല കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ അതിലേക്കൂടി റോഡിലേക്കൂടി നടന്ന് മുന്നോട്ടേക്ക് പോക്കാന്ന്. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ രാത്രിക്ക് ഇങ്ങനെ നടക്കാൻ. നല്ല തിരക്കുള്ള ടൗണാണ്, പോരാത്തതിന് നല്ല തിരക്കുണ്ട്. പിന്നെ പാലസ് കാണാനായാലും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നടക്കാനായിട്ട്. ഇതുപോലെ തിരക്കെല്ലാം ഉണ്ടാകുന്ന ടൗണിലൂടെ എല്ലാം നടക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഏട്ടനോട് പറഞ്ഞ് അധികം രസം വേണ്ട, ഫോണെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫോണെല്ലാം ഞാൻ നല്ലപോലെ സേഫായിട്ട് ശ്രദ്ധിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ പാലസ് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അച്ഛനും അമ്മയും അനിയനെല്ലാം അങ്ങ് മുന്നോട്ടേക്ക് എവിടെയോ നടന്നിട്ടുണ്ട്. ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ ബേക്കിൽ വന്നതാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് പിന്നെ അന്നക്ക് ഞാനൊരു പൊട്ടത്തിയാന്നുള്ള കാര്യം ഏട്ടന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നെ മുന്നിലാക്കിയിട്ട് ഏട്ടൻ ബേക്കിൽ നടന്നു കേട്ടോ. ഏട്ടൻ എന്നോട് പറഞ്ഞ് നീ നടന്നോ, ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന്. അങ്ങനെ നമ്മൾ നടന്ന് പിന്നെ ചുറ്റിനും വീഡിയോ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ രാത്രിയാണെങ്കിലും എന്തോ ഒരു ഭംഗി, രാത്രിയാന്ന് എടുത്ത ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ കാണിക്കൽ എന്തായാലും പകല് വരണം, 5 മണി വരെ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉള്ളും പോലും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കാണാനായിട്ട് പകൽ എന്തായാലും വരണം. ഉള്ളിൽ ഞാൻ കണ്ടതാണ് ഓൾറെഡി. പിന്നെ നമ്മളെ രാജാവും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച സംഭവങ്ങളും തേച്ചും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് നല്ല ഇതായിട്ട് കാണാം. പിന്നെ പുറമേ ഈ കാഴ്ച കാണണമെങ്കിൽ രാത്രിക്ക് തന്നെ വരണം. കാരണം അതൊരു പ്രത്യേകം എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു പ്രത്യേക രസം തന്നെയാണ് രാത്രിക്ക് കാണാനായിട്ട്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് ഒരു ദിവസം പിന്നെ ഒരു ദിവസം വരാം, എന്നിട്ട് കാണാമെന്ന് പറഞ്ഞു കേട്ടോ. ഒന്നാമത് നമ്മൾ ഇവിടെ വരാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഗുണ്ടൽപേട്ട് പോയി അങ്ങനെയാന്ന് വിചാരിച്ചത്. ഗുണ്ടൽപേട്ട് പോയി പിന്നെ വേറെ ഏതോ ഒരു സ്ഥലം കൂടി പോവാൻ വിചാരിച്ചിരുന്നു. ഗുണ്ടൽപേട്ട് തന്നെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പം ചിക്കനേനും വീട്ടിൽ നമ്മൾ കൂട്ടിയിട്ടില്ല, ചിക്കനൊന്നും കൂട്ടിയിട്ടില്ലേനും അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ടൈം ക്ലോസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ കയറിയിട്ടില്ല. അങ്ങനെ നമ്മൾ പിന്നെ നേരെ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. ഗുണ്ടൽപേട്ട് കഴിഞ്ഞിട്ട് മൈസൂർ പാലസ് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് ഉറപ്പേനു. നമ്മൾ ഒന്നാമത് നാട്ടിൽ നിന്ന് വിടാനായാലും ഇച്ചിരി ലേറ്റായി പോയിന്. നാട്ടിൽ നിന്ന് വിട്ടത് ഒരു 10-10:30 അങ്ങനെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് വിട്ടത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഗുണ്ടൽപേട്ട് എത്തുമ്പം തന്നെ ഏകദേശം ടൈം എടുത്തിന് 3-3:30 ടൈം അങ്ങനെ ആയിന് തോന്നുന്നു അടി എത്തുമ്പോൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയി പാലസിലേക്ക് കയറി. പിന്നെ പൊന്നു എന്തോ ലൈറ്റ് കത്തുന്ന സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റബ്ബറിൽ നിന്ന് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ മേലെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരുന്നൊരു സാധനം ഞാൻ കാണലുണ്ട്. ഈ സാധനം ഒരു തെയ്യത്തിനെല്ലാം ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെ ഏട്ടൻ എന്നോട് പറഞ്ഞ് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എനിക്കറിയില്ല കേട്ടോ, എൻ്റെ കൈ അടിച്ചു പോയി. പിന്നെ ഞാൻ ചെയ്തിട്ട് നോക്കുമ്പോൾ എൻ്റെ കൈക്ക് നല്ലൊരു അടി കിട്ടി. അങ്ങനെ ഏട്ടൻ കാണിച്ചു തന്നു എങ്ങനെയാണ് പോവുക എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് മേലോട്ടേക്ക് വിട്ടത് ശരിയായിട്ടില്ല, ഒന്നും കൂടി വീട്ടിൽ നിന്ന് നമുക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തെല്ലാം ബാഗിൽ വെച്ചേട്ടാ.
പിന്നെ ഞാനിങ്ങനെ ഷൂട്ട് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പിന്നെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ കണ്ടിയാന്നൊരു അമ്പിളി മാമന. അപ്പോൾ എന്തോ എനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെയും കൂടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുന്ന ചപ്പും ചവറും എല്ലാം വീഡിയോ എടുത്തിട്ടെന്ന് വിചാരിക്കണ്ട. അപ്പോൾ കണ്ടപ്പോൾ ഒരു നല്ല ഭംഗി തോന്നി. ആ ഒരു ഏരിയയിൽ നിൽക്കാൻ പറ്റിയൊരു നല്ലൊരു പിന്നെ എന്താ പറയുക സീനറിയേനു. അങ്ങനെ അതും കൂടി വീഡിയോ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ 9:30 കഴിഞ്ഞ് കേട്ടോ. 9:30 കഴിഞ്ഞിന്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മറ്റേ നമ്മൾ പറഞ്ഞ അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്നതല്ലല്ലോ, ഇവിടെ വരാമെന്ന് വിചാരിച്ചിട്ടൊന്നും വന്നതല്ല. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി നമ്മൾ ഇനിയിപ്പോൾ ഏടിയില്ല, ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാണ്. എപ്പോൾ വീട്ടിലെത്തുക എന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പുലർച്ചെ ആവുമ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലെത്തുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ. ഇറങ്ങി പാലസിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടോയെന്ന് ഏട്ടൻ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് എന്തായാലും കഴിക്കണ്ടേ, പിന്നെ കാരണം വിശക്കുന്നൊന്നുമില്ല. കാരണം നമ്മൾ അതും ഇതും എല്ലാ ഐറ്റംസ് കൊണ്ടുവന്നിട്ട് വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലേനു. അപ്പോൾ ഇവിടുന്നെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി പാർക്ക് എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടു, നല്ല ഭംഗിയുണ്ടേനു. ഒരു ഹോഴ്സ് റൈഡല്ല, ഒരു ഹോഴ്സ് റൈഡ് എന്ന് പറയാമല്ലേ. അപ്പം അങ്ങനെ ഒരു നല്ല ഭംഗിയുണ്ടേനു കാണാൻ. അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടേനു. പിന്നെ ഒരു രാജാവെല്ലാം സഞ്ചരിക്കുന്നത് പോലത്തെ ഒരു സാധനം, എന്താ പറയുക, അതിൽ 2 കപ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. കപ്പിൾസും അതിൻ്റെ കുട്ടിയും ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ പൊന്നൂസ് അതിന് ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു, അത് തിരിച്ചും ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിയാണ്. അപ്പോൾ പൊന്നു ആ കുട്ടീനെ കണ്ടിട്ട് ഇങ്ങനെ ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒന്നൊന്നുമല്ല, ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇതുപോലത്തെ, പല പല ലൈറ്റും കത്തുന്ന ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് നല്ല മനസ്സിന് നല്ല തൃപ്തിയായി. അങ്ങനെ നമ്മൾ ആടുന്ന് വിട്ടു. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടേനു ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ ഉദ്ദേശിച്ചതല്ല. ഏട്ടൻ പറഞ്ഞിട്ടേനു ഞാനിങ്ങനെ വീഡിയോ എല്ലാം എടുത്തത്. അപ്പോൾ എത്രത്തോളം കവറാവും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലേനു. പിന്നെ എന്തായാലും ഇത്രയും സമയം എടുത്തത് വേറെ ഒന്നുമല്ല, ഒരുപാട് കാഴ്ചകൾ എല്ലാം കാണാനുണ്ടേനു. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ടൈം ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കും ഒന്നും തോന്നറ് ഇത്രയും ടൈം കളഞ്ഞു എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവാറ്. അപ്പം ഇത്രയും കാഴ്ചകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ടൈം ഇത്ര എടുത്തതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ലോങ് വീഡിയോ ഇത്ര ടൈം എടുക്കുന്നത്. അപ്പോൾ ടൈം എടുത്താലും നിങ്ങളെല്ലാവരും കാണും എന്നുള്ള പ്രതീക്ഷ എനിക്ക് ഉണ്ട്. എല്ലാവരും കാണണം കേട്ടോ. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലോങ് വീഡിയോ ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ഇനി എവിടുന്ന ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു നല്ല ഹോട്ടൽ നോക്കിയിട്ട് വേണം കയറാനായിട്ട്. ഒരുപാട് ടൈമായി എന്നറിയാം ലോങ് വീഡിയോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നാട്ടിലേക്കാണ്. ഇനി നാട്ടിലെത്തുന്ന വരെയുള്ള വീഡിയോ എടുക്കാൻ എന്തായാലും ആവില്ല. കാരണം നല്ല ഉറങ്ങാനായിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വണ്ടി കിടന്ന് ഉറങ്ങുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇനിയിപ്പോൾ ഫുഡ് അടിയും കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്ക് എന്നുള്ള ഇല്ലാന്ന് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വരാം. ഇതുപോലെ പിന്നെ ട്രാവൽ വ്ളോഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാം. ഓരോരാൾ ഇതെല്ലാം ചെയ്യണം, ഓരോന്നെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യാം കേട്ടോ. ആരെയും മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണേ. ബൈ ബൈ.